ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. സോ why heat treatment is done, so which are the various types of heat treatment process, and what are the effect of heat treatment process on the material properties. ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഡിസ്കഷനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ബേസിക്കായിട്ട് നോക്കാം. സോ ദ മെറ്റൽ ഹാൻഡ് ബുക്ക് ഡിഫൈൻ ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓപ്പറേഷൻസ് timed and applied to a metal or an alloy in the solid state to produce desired properties. എന്താണ് ഇതാണ് ഇമ്പോർട്ടൻ്റ്. എന്താണ് ഡിസൈർഡ് പ്രോപ്പർട്ടീസ്? എന്താണ് കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്? എന്ത് ഡിസൈർഡ് പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ഹീറ്റിംഗ് കൂളിങ്ങും ഒരു മെറ്റീരിയൽ കുറച്ച് ടൈമിഡ് ആയിട്ടുള്ള കുറച്ച് ഹീറ്റിങ്ങും കൂളിങ്ങും കോമ്പിനേഷൻസ് ഓഫ് ഹീറ്റിങ്ങും കൂളിങ്ങും ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈർഡ് പ്രോപ്പർട്ടീസ് കിട്ടും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാ മെറ്റൽസിനും ബാധകമാണെങ്കിൽ പോലും നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ സ്റ്റീൽ ഓൺലി. സോ ഈവൻ ദോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു മെനി മെറ്റാലിക് മെറ്റീരിയൽ, ദ പ്രസന്റ് ഡിസ്കഷൻ ഇസ് കൺഫൈൻഡ് ഓൺലി ടു സ്റ്റീലിന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ എന്തിനെ ബേസ് ചെയ്ത് നമ്മൾ രണ്ട് ഡയഗ്രാം പഠിച്ചു. എന്തൊക്കെ? TTT പഠിച്ചു അല്ലേ? TT എന്ന് വെച്ചാൽ എന്താണ്? ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രമാണ് അല്ലേ? അടുത്ത എന്താ പഠിച്ചത്? CCT പഠിച്ചു. ഈ രണ്ട് ഡയഗ്രത്തിൻ്റെ ആപ്ലിക്കേഷനാണ് എന്ത് പറയുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നില്ലേ? രണ്ട് ഡയഗ്രത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? മൂന്ന് പാത്തിൽ കൂടെ ഒരു മെറ്റീരിയലിനെ മൂന്ന് പാത്തിൽ കൂടെ ഹീറ്റ് ചെയ്യാം, കൂൾ ചെയ്യാം. A എന്ന് പറയുന്ന പാത്ത്, B എന്ന് പറയുന്നത് പറഞ്ഞില്ലായിരുന്നു? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ. റെസ്പോണ്ട് ചെയ്യും. കേൾക്കുന്നുണ്ടോ? ഹലോ. Okay, but heat treatment process are designed on the based on the information available from the phase diagram TTT and CTT. ഇപ്പോൾ നമ്മൾ അയൺ കാർബൺ ഡയഗ്രാം പഠിച്ചു, TTT ഡയഗ്രാം പഠിച്ചു, CCT ഡയഗ്രാം. ഈ മൂന്ന് ഡയഗ്രത്തിനകത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വേണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പ്രോസസ് ഈസ് സെലക്റ്റഡ് ഫോർ എ സ്പെസിഫിക് കമ്പോണൻറ്റ് ബേസ്ഡ് ഓൺ ദി ഡിസൈഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി കമ്പോണൻറ്റ്. നമുക്ക് ഏത് പ്രോപ്പർട്ടി ആണോ വേണ്ടത് ആ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് റിക്വയർഡ് അല്ലെങ്കിൽ ഡിസൈഡ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഏത് ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്താലും അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ദി മെറ്റീരിയൽ ടു ഹയർ ടെമ്പറേച്ചർ ടു ട്രാൻസ്ഫോം ദ മൈക്രോസ്ട്രക്ചർ ടു ഓസ്റ്റനേറ്റ്. അപ്പോൾ അതാണ് ഏത് ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ എടുത്താലും അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഫേസിലോട്ട് ഹീറ്റ് ചെയ്തിട്ട് ആ ഫേസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഗാമ അങ്ങനെയല്ലേ നമ്മൾ മറ്റേ TTT ഡയഗ്രത്തിനകത്ത് കൂളിംഗ് പഠിച്ചു. A, B, C എന്ന് പറയുന്ന മൂന്ന് ടൈപ്പ് ഓഫ് കൂളിങ്ങിനകത്തും ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഫേസ് എന്തുവാണ്? A എന്ന് പറയുന്ന പാത്തിലൂടെ മൂവ് ചെയ്തപ്പോഴും, B എന്ന് പറയുന്ന പാത്തിലൂടെ മൂവ് ചെയ്യപ്പോഴും, C എന്ന് പറയുന്ന പാത്തിലൂടെ മൂവ് ചെയ്യപ്പോഴും ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഫേസ് ഏതായിരുന്നു സ്റ്റാർട്ടിങ് ഫേസ്? അപ്പം നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഏത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് വേണ്ടതെങ്കിലും, ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിലും, ഏത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റണം? അതിനെ ഫുള്ള് നമുക്ക് എന്തുമായിട്ട് മാറ്റണം? ഗാമ ഓസ്നേറ്റ് ആയിട്ട് മാറ്റണം. ആ ഗാമ ഓസ്നേറ്റ് ആയിട്ട് മാറ്റിയ ഗാമേനെ നമ്മൾ കൂൾ ചെയ്ത് നമുക്ക് വേണ്ട കോമ്പോസിഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഒരു സെക്കൻഡ് ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. The first step in the most of heat treatment process is to heat the material to a higher temperature to transform the microstructure to ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലേ? എന്നിട്ട് പിന്നെ ഓരോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് അനുസരിച്ചും ഡിഫറെൻറ്റ് ചെയ്യും. പിന്നെ കൂളിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേന് ഓസ്റ്റനേറ്റ് ഡീകമ്പോസസ് ഓർ ട്രാൻസ്ഫോംസ്
ഓസനേറ്റ്, ഡീകമ്പോസ്, ട്രാൻസ്ഫോം ടു വേരിയസ് ഫോംസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കൂളിംഗ് പാത്ത് ആൻഡ് കോമ്പസിഷൻ ഓഫ് അലോയ്. നമ്മൾ 3 പാത്ത് എടുത്തില്ലായിരുന്നു മറ്റേ ടി ടി ഡയഗ്രത്തിനകത്ത്? എ എന്ന് പറഞ്ഞ പാത്ത് എടുത്ത്, ബി എന്ന് പറഞ്ഞ പാത്ത് എടുത്ത്, സി എന്ന് പറഞ്ഞ പാത്ത് എടുത്ത്. അപ്പോൾ 3 പാത്ത് കൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് എന്തോ കിട്ടിയത്? 3 ടൈപ്പ് ഓഫ് മൈക്രോ സ്ട്രക്ചർ അല്ലേ കിട്ടിയത്? എ എന്ന് പറഞ്ഞ ചിലയിടത്ത് ഫുൾ മാർട്ടൻസൈറ്റ് കിട്ടി, ചിലയിടത്ത് ഫുൾ പിയർലൈറ്റ് കിട്ടി, ചിലയിടത്ത് കോമ്പിനേഷൻ ഓഫ് പിയർലൈറ്റ് ആൻഡ് ബേണൈറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ ആ ഒരു കോമ്പോസിഷൻ കിട്ടുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഫുൾ മാർട്ടൻസൈറ്റ് കിട്ടുന്നിടത്ത് എന്തുമായിരിക്കും? ഫുൾ മാർട്ടൻസൈറ്റ് കിട്ടുന്നിടത്ത് എന്തുമായിരിക്കും? ഫുൾ മാർട്ടൻസൈറ്റ് കിട്ടുന്നിടത്ത് എന്തുമായിരിക്കും? എക്സ്ട്രീംലി ഹാർഡായിരിക്കും അല്ലേ? ഫുൾ പിയർലൈറ്റ് കിട്ടുന്നിടത്തോ? ഫുൾ പിയർലൈറ്റ് കിട്ടുന്നിടത്തോ? കേൾക്കുന്നില്ല. എക്സ്ട്രീംലി സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ഒരു ബേണൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ബേണൈറ്റ് പിയർലൈറ്റ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം റേഞ്ച് ഓഫ് ഡക്റ്റിലിറ്റിയും കാണും, ഒരു മീഡിയം റേഞ്ച് ഓഫ് ഹാർഡ്നെസ്സും കാണും അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ഹീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഓസ്റ്റിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മൈക്രോ സ്ട്രക്ചർ ആണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ കൂൾ ചെയ്യുക. ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യുകയോ, മീഡിയം ആയിട്ട് കൂൾ ചെയ്യുകയോ, അതോ സ്ലോ ആയിട്ട് കൂൾ ചെയ്യുകയോ, നമുക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ കൂൾ ചെയ്ത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ മൈക്രോ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ടു ഇംപ്രൂവ് ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, ഇമ്പാക്റ്റ്, റെസിസ്റ്റൻസ്, സർഫസ് ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യണം, റെസിസ്റ്റൻസ് ടു വിയർ, ഹീറ്റ് ആൻഡ് കൊറോഷൻ, മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ? മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, ടു റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഹാർഡ്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം ഡക്റ്റിലിറ്റി വേണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഈ നമ്മുടെ മെറ്റീരിയലിനെ ഗാമ ഓസ്റ്റിനേറ്റ് ആക്കിയിട്ട് ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യണോ, സ്ലോ ആയിട്ട് കൂൾ ചെയ്യണോ? ഡക്റ്റിലിറ്റി നല്ലതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓസ്റ്റിനേറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യണോ, സ്ലോ ആയിട്ട് കൂൾ ചെയ്യണോ? ഡക്റ്റിലിറ്റി കൂടുതലുള്ള പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ ഓസ്റ്റിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ മെറ്റീരിയലിനെ ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യണോ, സ്ലോ ആയിട്ട് കൂൾ ചെയ്യണോ? ഡക്റ്റിലിറ്റി ഏതിനാണോ കൂടുതലുള്ളത്? പിയർലൈറ്റ് ആണോ, മാർട്ടൻസൈറ്റിനാണോ, ബേണൈറ്റിനാണോ ഉള്ളത്? ഏതിനാണ് ഉള്ളത്? ഡക്റ്റിലിറ്റി ഏതിനാണ് ഉള്ളത്? അപ്പോൾ ഈ ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യണോ, സ്ലോ ആയിട്ട് കൂൾ ചെയ്യണോ? അപ്പം നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനകത്തൂടെ ആ ഒരു സ്ട്രെങ്തും ഡക്റ്റിലിറ്റിയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലേ? അതാണ് പറയുന്നത്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനകത്ത് നമുക്ക് പ്രോപ്പർട്ടീസ് ലൈക്ക് സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ്, സർഫസ് ഹാർഡ്നെസ്, സർഫസിലുള്ള ഹാർഡ്നെസ്, പിന്നെ വിയർ റെസിസ്റ്റൻസ്, പിന്നെ ഈ മെഷീനബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനബിലിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ലേത്തിനകത്തൊക്കെ വെച്ചിട്ട് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പൊട്ടിപ്പോകത്തില്ലേ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴേ? മെഷീൻ ചെയ്യണമെന്നെങ്കിൽ ഡക്റ്റൈൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മെഷീനബിൾ ആവത്തുള്ളൂ. പിന്നെന്താണ്? റിലീവ് ദ ഇൻറ്റേർണൽ സ്ട്രെസ് സെറ്റപ്പ് ഡ്യൂറിങ് ദ കോൾഡ് വർക്കിംഗ്. കോൾഡ് വർക്കിംഗ് ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, കോൾഡ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ. കോൾഡ് വർക്കിംഗ് ഉണ്ട്, ഹോട്ട് വർക്കിംഗ് ഉണ്ട്. കോൾഡ് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നോർമൽ ടെമ്പറേച്ചറിനകത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ കൊടുക്കുന്നതിന് പറഞ്ഞവരാണ് കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഹോട്ട് വർക്കിംഗ് എന്താണ്? ഹോട്ട് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഹോട്ട് വർക്കിംഗ് എന്താണ്? ഹോട്ട് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ കൊടുക്കുന്നതിന് പറയുന്നവരാണ് ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ കോൾഡ് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്തുവാ സംഭവിക്കുന്നത് അവിടെ? കോൾഡ് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്തോ സംഭവിക്കും? ഞാൻ സെക്കൻഡ് മൊഡ്യൂൾ പഠിപ്പിച്ച് പറഞ്ഞതാണ്. എന്തോ അവിടെ സംഭവിക്കുന്നത്? ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ഉണ്ടാകത്തില്ലേ? ഓരോരോ ബൗണ്ടറിയിൽ ഓരോ പ്ലെയിൻസിലും എന്താ സ്ട്രെസ്സസ് ഉണ്ടാകും. ആ ഉണ്ടാകുന്ന സ്ട്രെസ്സസിനെയൊക്കെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെന്താണ്? നമുക്കിപ്പോൾ ഗ്രെയിൻ സ്ട്രക്ചർ മാറ്റണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയത് ഫൈൻ ഗ്രെയിൻ ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് കോഴ്സ് ഗ്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കുറേ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, പിന്നെ ക്വഞ്ചിങ് ആൻഡ് ടെമ്പർ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, പിന്നെ ഐസോതെർമൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, ലാസ്റ്റ് വണ്ണ് പ്രസിപ്പിറ്റേഷൻ ഹാർഡനിങ്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്. എന്താണെന്ന് നോക്കാം. സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനകത്ത് വരുന്നതാണ് പ്രോസസ് അനീലിംഗ്, ഫുൾ അനീലിംഗ്,
പീരിയോഡൈസിങ്, നോർമലൈസിങ്. അപ്പോൾ നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലാക്കി പഠിക്കാവുന്നേ. ഞാൻ പറഞ്ഞു തരാം. ഇപ്പം പ്രോസസ് അനീലിംഗ്, ഫുൾ അനീലിംഗ്, പീരിയോഡൈസിങ്, നോർമൽ. ഓക്കെ, ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ആരും മിണ്ടുന്നില്ലല്ലോ. എന്തൊക്കെയാണ് 3 സ്റ്റെപ്സ് ഇൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ, ഹീറ്റിംഗ് ദ മെറ്റീരിയൽ ടു എ സ്പെസിഫിക് ടെമ്പറേച്ചർ. സെക്കൻഡ് വൺ എന്താണ്? ഹോൾഡിംഗ് ദി മെറ്റീരിയൽ അറ്റ് ദിസ് ടെമ്പറേച്ചർ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. സ്പെസിഫിക് കുറച്ച് സമയം ഈ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യുക, സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. തേർഡ് എന്താണ്? കൂളിംഗ് ദ മെറ്റീരിയൽ ടു എ സ്പെസിഫിക് റേറ്റ് ഓഫ് കൂളിംഗ്. ഇത് മൂന്നെണ്ണം ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഈ 3 സ്റ്റെപ്പ് എല്ലാത്തിനകത്ത് കോമണാണ്. ഹീറ്റിംഗ്, ഹോൾഡിങ്, കൂളിങ്. എന്തൊക്കെയാണ് 3 സ്റ്റെപ്സ്? ഹീറ്റിംഗ്, ഹോൾഡിങ്, കൂളിങ്. എന്താണ്? ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് സമയത്ത് എന്താണ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങളെടുത്ത പറ. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ മൊത്തമായിട്ട് എന്തായിട്ട് മാറും? ഗാമയായിട്ട് മാറും ഇല്ലേ? എന്നിട്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ടൈം കിട്ടും ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോ ഇതാണ് ഗ്രാഫ്. ടെമ്പറേച്ചർ, ടൈം. ആദ്യം എന്തെടുക്കും? നമ്മൾ ഹീറ്റ് ചെയ്യുന്നു കണ്ടോ. ഹീറ്റ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം വെച്ചോണ്ടിരിക്കും കണ്ടോ. ഈ ടെമ്പറേച്ചറിൽ ഏത് സമയം വെച്ചോണ്ടിരിക്കുന്നു? ഇത്രയും സമയം ഈ ടെമ്പറേച്ചറിലാണ് കണ്ടോ. ഈ സമയം വെച്ച് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഹീറ്റിങ്, ഹോൾഡിങ്, കൂളിങ്. എന്തൊക്കെയെന്ന് പറഞ്ഞ് എല്ലാവരും ഇന്ന് പറഞ്ഞേ. എന്തൊക്കെയാ പ്രോസസ്സ്? നമ്മുടെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഹീറ്റിങ്, ഓക്കെ. ഇനി നമുക്ക് സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിലൂടെ നോക്കാം. അപ്പോൾ സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ അത് സിമ്പിൾ എന്ന് പറയാൻ കാരണം നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 എണ്ണം ഉണ്ട് സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ പ്രോസസ് അനീലിംഗ്, രണ്ടാമത്തെ ഫുൾ അനീലിംഗ്, നോർമലൈസിങ് ആൻഡ് പീരിയോഡൈസിങ്. പ്രോസസ് അനീലിംഗ്, പിന്നെ ഫുൾ അനീലിംഗ്, പിന്നെ നോർമലൈസിങ് ആൻഡ് പീരിയോഡൈസിങ്. എന്തുകൊണ്ടാണ് ഇത് യൂഷ്വലി നമ്മൾ സ്റ്റീലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇത് സിമ്പിളാണ് ബിക്കോസ് ദിസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് മച്ച് സോഫിസ്റ്റിക്കേറ്റഡ് അറേഞ്ച്മെൻറ്റ്. കൂടുതൽ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻറ്റേർണൽ സ്ട്രെസ്സാണ് കൊണ്ട് ആ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ ഇവിടെ പോയിട്ടില്ലേ, സ്മിത്തി കേട്ടിട്ടുണ്ടോ? സ്മിത്തി കേട്ടിട്ടുണ്ടോ? അവരൊക്കെ ചെയ്യുന്ന പരിപാടി എന്തും അവർ ചെയ്യുന്നത്, ഹീറ്റ് ചെയ്തിട്ട് ഇതിനെ അടിച്ച് പരത്തിയിട്ട് പെട്ടെന്ന് വെള്ളത്തോടിട്ട് തണുപ്പിക്കും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ എയർ കൂൾ ചെയ്യും, അല്ലെങ്കിൽ വെള്ളത്തിന് തണുത്ത വെള്ളത്തോട് ഇടുവാണെങ്കിൽ പെട്ടെന്ന് കൂളാവും, അപ്പോൾ ഭയങ്കര ഹാർഡാവും. അതല്ല നോർമൽ വാട്ടറിൽ ഇടുകയെന്നുണ്ടെങ്കിൽ പതുക്കെ കൂളാവും, അപ്പോൾ ഒരു നോർമൽ ഹാർഡ്നെസ് വരും. ഇതൊക്കെ പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടെ എഞ്ചിനീയറിങ് ലെവൽ വെച്ച് കുറച്ച് ടെക്നിക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നു ഇപ്പോൾ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു അയൺ ബാറിനെ നല്ലതായിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതിന് പെട്ടെന്ന് എടുത്ത് വെള്ളത്തോട്ട് ഇടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഐസ് കോൾഡ് വാട്ടറിനകത്തോട്ട് ഇടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? റാപ്പിഡ് കൂളിംഗ് അല്ലേ? അപ്പോൾ അവിടെ എന്തോ ഉണ്ടാവുന്നത് അതിനകത്ത്? റാപ്പിഡ് കൂളിംഗ് ആകുമ്പോൾ എന്തുണ്ടാവും? മാൾട്ടൻസൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നല്ല ഹാർഡാവും. അങ്ങനെയാണ് ആ കൂളിംഗ് റേറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസിൻ്റെ മൈക്രോ സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സിമ്പിൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് അനീലിംഗ് ആണ്. എന്താണ് ഫസ്റ്റ് വൺ?
ഫസ്റ്റ് വൺ എന്താണ്? പ്രോസസ് അനീലിംഗ് ആണ്. ഓക്കെ, ഈ പ്രോസസ് അനീലിംഗ് ഇതിനകത്ത് നിങ്ങൾ വളരെ കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് പഠിക്കുക. കാരണം കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ പ്രോസസ് അനീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കോൾഡ് വർക്ക് ചെയ്യത്തില്ലേ, കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻറ്റേർണൽ കൂടുതൽ കോൾഡ് വർക്ക് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് പഠിച്ചില്ലേ? സ്ട്രെയിൻ ഹാർഡനിങ് പഠിച്ചില്ലേ? സ്ട്രെയിൻ ഹാർഡനിങ് എന്തുവായിരുന്നു? ഫ്രാങ്ക് റെഡ് സോഴ്സ് ഒക്കെ പഠിച്ചില്ലായിരുന്നു? കൂടുതൽ നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടായി ഏറ്റവും അവസാനം അത് ഹാർഡായിട്ട് മാറുന്നു. പിന്നെ അതിനകത്തോട്ട് ഡിഫോർമേഷൻ സാധ്യമാകത്തില്ല അല്ലേ? അതിൽ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുന്നത് ആണോ? അതല്ലേ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ സ്ട്രെയിൻ ഹാർഡനിങ്ങും ഫ്രാങ്ക് റെഡ് സോഴ്സും ഒക്കെ പഠിച്ചത് സെക്കൻഡ് മോഡ്യൂളിനകത്ത്? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ വീണ്ടും ഡീഫോർമേഷൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡീഫോർമേഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ അകത്തുണ്ടായിട്ടുള്ള ഇൻറ്റേർണൽ സ്ട്രെസ്സസിനെ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കോൾഡ് വർക്കിംഗ് ചെയ്തിട്ട് സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ടായിട്ട് വീണ്ടും നമുക്ക് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ചെയ്യണം. പക്ഷേ ഒരു തരത്തിലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിച്ചു. അപ്പോൾ ആ സ്ട്രെയിൻ ഹാർഡനിങ് എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് കോൾഡ് വർക്ക് ചെയ്യണം വേണ്ടിയിട്ട് ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് process annealing. So process annealing is a heat treatment used to soften and increase the ductility of a cold work material to facilitate further deformation. അത് സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഡിഫോർമേഷൻ നടക്കുമോ? സോ ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബിറ്റ്വീൻ സ്റ്റേജസ് ഓഫ് കോൾഡ് വർക്കിങ്ങിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നത്? പ്രോസസ് അനീലിംഗ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളത് പറഞ്ഞു. കോൾഡ് വർക്ക് ചെയ്ത മെറ്റീരിയലിനകത്തുള്ള ഏതാ പ്രോസസ് അനീലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രോസസ് അനീലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല. പ്രോസസ് അനീലിംഗ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. പ്രോസസ് അനീലിംഗ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിച്ച ഒരു മെറ്റീരിയലിൽ വീണ്ടും നമുക്ക് ഡീഫോർമേഷൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മെഷീൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ കുറച്ച് ഡക്റ്റിലിറ്റി ഉണ്ടാവണം. ഒരു മെഷീൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലേത്തിനകത്തേക്ക് വെച്ച് മെഷീൻ ചെയ്യണമെങ്കിൽ ഡക്റ്റിലിറ്റി ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് അനീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഡക്റ്റിലിറ്റി ഒന്ന് കൂട്ടും, ഹാർഡ്നെസ് ഒക്കെ കുറച്ച് ഡക്റ്റിലിറ്റി ഒന്ന് കൂട്ടും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്നവർ ഏത് പ്രോസസ്സാണ് അവിടെ ഉപയോഗിക്കുന്നത്? പ്രോസസ് അനീലിംഗ് എന്ന പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അതിന് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. പ്രോസസ് അനീലിംഗ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 0.25 കുറവ് പെർസെൻറ്റേജ് കാർബണുള്ള സ്റ്റീലിനകത്താണ് പ്രോസസ് അനീലിംഗ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ് അനീലിംഗ് അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഞാൻ നേരത്തെ A1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ റേഞ്ച് പറഞ്ഞായിരുന്നല്ലോ. A1 ടെമ്പറേച്ചർ റേഞ്ച് എത്ര? A1 ടെമ്പറേച്ചർ എത്ര? അപ്പോൾ 727 ആണ്. ഇതാണ് 727 അല്ലേ? A1 727. അപ്പോൾ A1-ലെ താഴോട്ട് മാറ്റിയിട്ട് ഒരു 550 മുതൽ 650 വരെ ടെമ്പറേച്ചർ റേഞ്ചില്ല ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. എന്താണ് മെറ്റീരിയലിൽ ഇത് A1 ടെമ്പറേച്ചറാണ്. ഇത് 777 A1 കണ്ടോ? A1 കൊടുത്തേക്കുന്നുണ്ടോ? A1 വരെ പോകത്തില്ല. A1 താഴോട്ട് ഒരു 550 മുതൽ 650 വരെയുള്ള ടെമ്പറേച്ചർ ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, A1 മുതൽ A1 ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുന്നില്ല. ഒരു 550 മുതൽ 650 വരെ ഹീറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ എന്താ പറയുന്നത് ആ ഒരു ടെമ്പറേച്ചർ തന്നെ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ ഇതാണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. രണ്ടാമത്തെ A2 അല്ലേ ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? അത് എത്രയായിരുന്നു? ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയായിരുന്നു?
ഈ A1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്, A2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് എവിടം വരെയാണ് ഹീറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ബിലോ ഇത് എന്താ എവിടം വരെ ഹീറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ബിലോ ഇത് പറഞ്ഞേ, എവിടെ വരെ ഹീറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ബിലോ ഇത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുന്നത്. അതായത് A1 തൊട്ട് താഴെ വരെ ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ഫോർ എ സെർട്ടൺ ഡ്യൂറേഷൻ. നമ്മൾ ആ ഒരു സ്പെസിഫിൻ്റെ ഡയമെൻഷൻ എത്രയാണോ ആ ഡയമെൻഷൻ്റെ ഇതനുസരിച്ച് നമ്മൾ എത്ര മിനിറ്റോ എത്ര സമയം എന്ന് വെച്ചാൽ അത്രയും സമയം നമ്മൾ ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നുണ്ടോ? കൂള് ചെയ്യുന്നു. അതിനുശേഷം കൂൾ ചെയ്യുന്നു. അത് സ്ലോലിയാണ് കൂള് ചെയ്യുന്നത്. ഓക്കെ, സ്ലോലി കൂൾഡ് ഇൻ എയർ. അപ്പോൾ ഇതാണ് ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കാണിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പോസിഷൻ എവിടെ വരെ കാണിച്ചിരിക്കുന്നത്? കോമ്പോസിഷൻ 0.25 വരെ. അപ്പോൾ ഏകദേശം 0.25, ഇത് 0.5 ആണ്. ഏകദേശം 0.25 മുതൽ ടെമ്പറേച്ചറോ 0.25 ഇത് ടെമ്പറേച്ചറോ 550 എവിടെ? 550 എവിടെ വരും? 550 ഇവിടെ വരും. 650 എവിടെ വരും? 650 വരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അനിലിൽ നടക്കുന്ന ടെമ്പറേച്ചർ റീജിയൻ എവിടാ? ഈ കാണിച്ചിരിക്കുന്ന റീജിയനിലാണ് പ്രോസസ്സ് അനിലിൽ നടക്കുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായേ? അപ്പോൾ പ്രോസസ് അനീലിംഗ് എന്താണെന്ന് മനസ്സിലായി. പ്രോസസ് അനീലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. പ്രോസസ് അനീലിംഗ് ചെയ്യുന്നത് കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മെഷീനബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് അനീലിംഗ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ A1 എന്ന് പറയുന്ന ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ കാട്ടിലും ലോവർ ആയിട്ടൊരു ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം വെക്കുന്നു. എത്ര സമയം വെക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ സ്പെസിമെൻ്റെ ഡയമെൻഷൻ അനുസരിച്ചിരിക്കും. തിക്കായിട്ടുള്ള സ്പെസിമെൻ ആണെങ്കിൽ കുറച്ച് സമയം വെക്കണം. എന്നിട്ട് ശേഷം നമ്മൾ കൂൾ ചെയ്യുന്നു. പിന്നെ ഈ കാണിച്ചേക്കുന്നത് ഏതാണ്? 0.25 വരെയുള്ള കോമ്പോസിഷനിൽ 550 മുതൽ 650 വരെയുള്ള റേഞ്ചിലാണ് ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതെന്നാണ് ഇത് കാണിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? പ്രോസസ് അനീലിംഗ് ക്ലിയർ ആവും. ഇനി ഫുൾ അനീലിംഗ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഫുൾ അനീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഫുൾ അനീലിംഗ് is the term used to refer to the heat treatment which involve heating alloy to austenate state followed by slow cooling. അപ്പോൾ നമ്മൾ ഈ പ്രോസസ് അനീലിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്ത് ഓസ്റ്റനേറ്റ് വരെ ഹീറ്റ് ചെയ്തോ? ഓസ്റ്റനേറ്റ് എവിടെ തൊട്ട് എവിടെ വരെ സ്റ്റേബിളാണുള്ളത്? ഓസ്റ്റനേറ്റ് എവിടെ തൊട്ട് എവിടെ വരെ സ്റ്റേബിളുള്ളത്? 9, അതായത് ഈ ലൈനിന് മുകളിലോട്ട് ഓസ്റ്റനേറ്റ് ഉണ്ടല്ലോ. ഇവിടെ എന്തുവാ ഉള്ളത്? ഈ ഭാഗത്ത് എന്തുവാ ഉള്ളത്? ഈ ഭാഗത്ത് എന്തുവാ ഉള്ളത്? പറ, ഈ ഭാഗത്ത് എന്തുവാ ഉള്ളത്? എന്തുവാടാ ഉള്ളത്? ആൻഡ് കാർബൺ ഡയഗ്രം പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാ. ഈ ഭാഗത്ത് എന്തുവാ ഉള്ളത്? ഓസ്നേറ്റ് അല്ലേ? അപ്പോൾ ഓസ്നേറ്റ് ടെമ്പറേച്ചർ കൊണ്ടുപോയി നമ്മളിപ്പം ഇല്ല. പിന്നെ എവിടെ വെച്ചേക്കുന്നത്? അതിനെ താഴെയല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സ്പെസിമെനെ ഓസ്നേറ്റായിട്ട് കൺവേർട്ട് ചെയ്തോ? ഇല്ല, ഓസ്നേറ്റ് കൺവേർട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഫുൾ അനീലിംഗ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റീലിനെ കംപ്ലീറ്റ് ആയിട്ട് ഓസ്നേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ലോ കൂളിംഗ് ചെയ്യുന്നു. എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? നമ്മൾ ആദ്യം ഓസ്നേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം വെരി സ്ലോ കൂളിംഗ് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റിമൂവ് ഓൾ ദി സ്ട്രക്ചറൽ ഇൻപെർഫെക്ഷൻസ്. ഇതിനകത്ത് എന്തെങ്കിലും സ്ട്രക്ചറൽ ഇൻപെർഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഫുൾ അനീലിംഗ് ചെയ്യാം. അപ്പോൾ പ്രോസസ് അനീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്റ്റനേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ ഒരു ഓസ്റ്റനേറ്റ് ടെമ്പറേച്ചർ, അത് യൂട്ടെക്ടോൾ ടെമ്പറേച്ചറിൻ്റെ തൊട്ട് താഴെ വരെ നമ്മളത് ഹീറ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതിനെ കുറച്ച് നേരം ആ ടെമ്പറേച്ചറിൽ വെക്കുന്നു. പിന്നെ അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. പക്ഷേ
പക്ഷേ ഫുൾ അനീലിങ്ങിനകത്ത് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓസ്നേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫുള്ള് നമ്മുടെ സ്പെസിമെനെ ഫുള്ള് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഓസ്നേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ലോ ആയിട്ട് നമ്മൾ കൂൾ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് ഇപ്പം ഇത്രയും നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ ഓക്കെ.